ഹായ് ഓൾ, എല്ലാവർക്കും ഷിജ്ലീസ് ബോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ സ്പെഷ്യലായിട്ടുള്ള കുബൂസും ഹമ്മൂസും ആണ്. ഇത് അറബി നാട്ടിൽ വന്നിട്ട് ഇത് കഴിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന്. ആദ്യം നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. കുബൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ഈസ്റ്റാണ്. ഇപ്പോൾ കടകളിൽ ഡ്രൈ ഈസ്റ്റും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒക്കെ കിട്ടാറുണ്ട്. എനിക്കിവിടെ ഡ്രൈ ഈസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊങ്ങാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പൊടി നമ്മൾ കുഴക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്ന് മാത്രം. ഇതിപ്പോൾ എൻ്റെ സാധാരണ ഈസ്റ്റ് ആയതുകൊണ്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മണി പോലത്തെ ഈസ്റ്റ് ഇല്ലേ, അതായതുകൊണ്ട് ഞാനിത് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് പൊന്തി വരില്ല. അതുപോലെ തന്നെ സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആവാനായിട്ടും ബുദ്ധിമുട്ടാവും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കുമ്പം ഇത് റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അതുവരെ ഇതൊന്ന് മൂടി വെച്ച് വെക്കാം. ഈസ്റ്റ് പൊന്തി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഹമ്മൂസിലേക്കുള്ള വെള്ളക്കടല വേവിച്ചെടുക്കാം. ഞാൻ ഈ വെള്ളക്കടല ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതല്ല നിങ്ങൾ കുതിർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക. അതിനുശേഷം കുക്കറിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ കടല വേവാൻ ആവശ്യമുള്ള വെള്ളവും പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ കടല വെന്ത് കിട്ടും. പിന്നെ അഥവാ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ലെന്ന് കാണുകയാണെങ്കിൽ കൂടുതൽ വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത കടലയാണ് ഹുമ്മൂസിന് ആവശ്യം. കടല അവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുബൂസിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് അറബിക് രീതിയിൽ ഉണ്ടാക്കുന്ന കുബൂസ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒറിജിനൽ കുബൂസിൻ്റെ റെസിപ്പിയിൽ ഉപ്പ് ചേർക്കാറില്ല. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെന്ന് താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മാവിലേക്ക്. ഞാനിവിടെ എന്താണെങ്കിലും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം, ഈസ്റ്റിൻ്റെ വെള്ളമില്ല, ഈസ്റ്റ് പൊന്തിയ വെള്ളം, അത് ഇതിലേക്ക് കുറേശ്ശെ വിധം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് കുറേശ്ശെ വിധം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ മാവ് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത അത്രയും മാവ് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പം കുറേശ്ശെ വിധം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിയിലേക്ക് 1/2 ഗ്ലാസ് കപ്പ് ഉണ്ടായിരുന്ന ഈസ്റ്റ് ഫുള്ള് ചേർക്കേണ്ടി വന്നു. അപ്പോഴാണ് കറക്റ്റായിട്ട് മാവ് പാകമായി വന്നത്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റോളം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പാത്രത്തിലിട്ട് കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് മാവ് എടുക്കണം. മാവ് നല്ല സോഫ്റ്റായി വരുന്നത് വരെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറെങ്കിലും പൊന്തി വരാനായിട്ട് വെക്കണം. അപ്പം കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് മൂടിയിട്ട്, ആ പാത്രം നന്നായി മൂടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹമ്മൂസിലേക്കുള്ള ബാക്കി ചേരുവകൾ റെഡിയാക്കണം. ഹമ്മൂസിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട വേറൊരു സാധനമാണ് തഹിനി പേസ്റ്റ്. ഇപ്പോൾ കടകളിലൊക്കെ തഹിനി പേസ്റ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തഹിനി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം തഹിനി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത എള്ളാണ് നല്ലത്. വെളുത്ത എള്ള് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കറക്റ്റ് പാകമായി വരും. എള്ളെല്ലാം നല്ലപോലെ മൂത്ത ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചൂടോട് തന്നെ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കരുത്, അപ്പോൾ പിന്നെയും കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ആ പൊടി വെച്ചിട്ടാണ് നമ്മൾ തഹിനി പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എള്ളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എള്ള് അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിവിടെ ആ എള്ള് മുഴുവൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടി. ഇനി ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒലിവ് ഓയിലാണ്. ഇതുപോലുള്ള അറബിക് ഡിഷിൽ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ വല്ലതും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അരച്ചു വരുമ്പോൾ അഥവാ ഇത്തിരി കട്ട പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വീതം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തഹിനി പേസ്റ്റും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അറബിക് ഡിഷസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. ഒരുപാട് നല്ല ചൂടോടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ അരച്ചെടുക്കുന്നത് തൊടുമ്പോൾ തന്നെ നല്ലപോലെ വെന്ത് നല്ലപോലെ വരുന്നുണ്ട്. ഈ ഒരു പാകമായിരിക്കും വേണ്ടത്. അതായിരിക്കും കറക്റ്റായിട്ടുള്ള വേവ്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വെള്ളക്കടലയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല, നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്ത കടലയാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഹമ്മൂസിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തഹിനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും ഫുൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തന്നെ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളക്കടല ഉപ്പിട്ടല്ലേ വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ഉപ്പിടാതെയാണ് കടല വേവിച്ചെടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത തഹിനി പേസ്റ്റും വെളുത്തുള്ളിയും ഒലിവ് ഓയിലും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തവണ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളക്കടല കുറേശ്ശെ വീതം, മുഴുവനും കൂടെ ഒരുമിച്ചിട്ട് ഇത് അരഞ്ഞു കിട്ടില്ല. അത് മിക്സിയുടെ വലിയ ജാറിലാണെങ്കിലും അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കടലയുടെ അളവനുസരിച്ച് 2-3 തവണയായിട്ട് ഇത് അരച്ചെടുക്കുക. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അതായത് കടല ഒന്ന് അരയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൊഴുത്തിങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറൊന്നും കറങ്ങില്ല. അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് അരഞ്ഞു കിട്ടി, പക്ഷെ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തൈരും കൂടെ ചേർക്കുക. തൈരും കൂടി ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് അടിക്കുമ്പോഴേക്കും കറക്റ്റ് ഹമ്മൂസ് നല്ല സോഫ്റ്റായിട്ട് നല്ല തിക്കായിട്ടുള്ള ഹമ്മൂസ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ കുബൂസിൻ്റെ മാവ് പൊന്താൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പോൾ നല്ല മാവ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതിൻ്റെ ഇരട്ടി വലുപ്പമാവുകയും ചെയ്തു. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതായത് ഇങ്ങനെ തൊടുമ്പോഴേക്കും അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകും. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് മാവിലേക്ക് ഫെർമെൻ്റ് ആയിട്ട് കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഒരു 10-15 മിനിറ്റ് നേരം കൂടെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കുബൂസ്. അതുകൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു 10 മിനിറ്റും കൂടെ കുഴച്ചെടുക്കുക. ഞാനിവിടെ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്.
പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ഇടത്തരം വലിപ്പമുള്ള കുബൂസ് ഉണ്ടാക്കാനായിട്ടുള്ള മാവാണ് തികയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് നമുക്ക് ഈക്വൽ ഇതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഉരുളകളാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്ന മാവ് അപ്പം തന്നെ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോകാനും പിന്നെ നമ്മൾ കുബൂസ് ഉണ്ടാക്കി വരുമ്പം ഇതിൻ്റെ സോഫ്റ്റ്നെസ് കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. പരത്തിയെടുക്കാനുള്ള ഓരോ ഉരുള എടുത്തതിന് ശേഷം വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഓരോന്ന് വിധം പരത്തിയെടുക്കാം. ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. പക്ഷെ തിന്നായിട്ട് പരത്താൻ പാടില്ല. എല്ലാ വശവും ഒരേപോലെ തന്നെ കറക്റ്റ് ഇതിൽ പരത്തിയെടുക്കുക. ഇതേപോലെ അധികം തിന്നാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ഇത് പരത്തിയെടുക്കുക. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കുക. പിന്നെ അധികമുള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും ഒരു നനഞ്ഞ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇതുപോലെ എല്ലാ കുബൂസും നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ കുബൂസും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തരി നേരം കഴിയുമ്പോഴേക്കും അതിങ്ങനെ ചെറിയ കുമിളകൾ ഇങ്ങനെ പൊന്തി വരാനായിട്ട് തുടങ്ങും. ആ നേരത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ആദ്യത്തെ തവണയൊന്ന് വേവിച്ചെടുക്കുക. അപ്പം കറക്റ്റായിട്ട് കുമിളകളൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ഒരു സൈഡ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാം. ഇത് ചുട്ടെടുക്കുമ്പം എപ്പോഴും തീയെ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പതിയെ അതിലെ കുമിളകൾ ഇങ്ങനെ പൊന്തി വരും. നല്ലപോലെ വീർത്ത് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീർത്ത് വരും. ഇപ്പോൾ ഒരു സൈഡ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ പതിയെ അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വീർത്ത് കറക്റ്റായിട്ട് പൊന്തി വരും. കണ്ടോ, പതിയെ സമയമെടുത്താണ് വരുന്നത്, പൊന്തി വരുന്നത്. എന്നാൽ ഇത് കറക്റ്റായിട്ട് പൊന്തി തന്നെ വരും. ഇപ്പോൾ ഒരെണ്ണം റെഡിയായി. അതുപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസും ചുട്ടെടുക്കാം. തീയെ ലോ ഫ്ലെയിമിലിട്ട് ആണ് ചുട്ടെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പം ഇത് നന്നായിട്ട് തന്നെ വീർത്ത് ഉൾഭാഗം എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കുബൂസും ഹമ്മൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഉൾഭാഗം എല്ലാം നല്ല സോഫ്റ്റായിട്ട്. ഞാൻ ഷവർമയുടെ റെസിപ്പിയിൽ കാണിച്ചില്ലായിരുന്നോ, ഇങ്ങനെ പോക്കറ്റായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിലേക്കാണ് നമ്മൾ ഷവർമയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കുബൂസും ഹമ്മൂസും കൂടെ ചേർത്ത് കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്ന കുബൂസ് ആണെങ്കിലും നമുക്ക് പിറ്റേ ദിവസം രാവിലെയൊക്കെ എടുക്കാനായിട്ടും പറ്റും. അതായത് എടുക്കുന്ന നേരത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഹമ്മൂസ് ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതാകുമ്പോൾ കേടുകൂടാതെ ഒരാഴ്ചയോളം ഇരിക്കും. നമ്മൾ ഉലുവയിലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതല്ലേ. നന്നായിട്ട് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്കത് ഒരാഴ്ചയോളം ഉപയോഗിക്കാനായിട്ട് പറ്റും.
ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കുബൂസും ഹമ്മൂസും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.